എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് മറ്റൊരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ് മീൻ പറ്റിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ മത്തി പറ്റിച്ചതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മീൻ വയ്ക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കുടംപുളി നമ്മളിതുപോലെ നല്ല ക്ലീനായ പുളിയായിരിക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് ഈ പുളി നന്നായിട്ട് ഇറങ്ങും. കാരണം ഈ കുടംപുളി ഇട്ട് വയ്ക്കുമ്പം നമുക്ക് പുളി ഇടണമെന്ന് നിർബന്ധമില്ല, പുളി വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് പിന്നെയും ബാക്കി വരുന്ന പുളിക്കകത്ത് പുളി കഷ്ണമില്ലേ, അതിൽ നല്ലപോലെ ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മീൻ കഴുകാൻ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് മാക്സിമം പുളി എടുക്കാം നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ ചെയ്താൽ. നന്നായി കഴുകി വെച്ച മീനാണെങ്കിലും മത്തിയൊക്കെ കഴുകുമ്പോൾ നന്നായിട്ട് ഇച്ചിരി ഉപ്പിട്ടതിന് ശേഷം ഈ ചട്ടിക്കകത്ത് തന്നെ ഇട്ട്, അത് ഞെങ്ങിപ്പോകരുത് അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്യരുത്, നമ്മൾ ചട്ടിക്കകത്ത് തന്നെ ഇട്ട് ഇങ്ങനെ നുരച്ച് കഴുകി അതിൻ്റെ ഈ ഉളുമ്പൊക്കെ കുറച്ചൊന്ന് പോകാനായിട്ട്. ഉപ്പിനകത്തിട്ട് വെക്കല്ലേ, പിന്നെ ഉപ്പുമീൻ കറി വെച്ച പോലെ ആയിപ്പോവും. അതിനുശേഷം നമ്മൾ ഈ മീൻ ഏത് സൈസിലാണോ നമുക്ക് വേണ്ടത് ആ സൈസിൽ അതങ്ങ് സ്ക്വീസ് ചെയ്ത് കളയരുത്. ഇത്രയുമുള്ള 3 പീസായിട്ട് കട്ട് ചെയ്യാം. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സമയം ഉണ്ടെങ്കിൽ കമൻസ് ഇടണം, അത് ചാനൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ ഈ മീനെല്ലാം ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചത് കട്ട് ചെയ്യാമെങ്കിലും മതി, പക്ഷേ മീനത് ഞെങ്ങിപ്പോകാതെ സൂക്ഷിക്കണം. ഉപ്പിട്ടത് കഴുകി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് ഞാൻ നേരത്തെ വെച്ചിരുന്ന ഉപയോഗിച്ച പുളിക്കകത്ത് പിന്നെയും ഉപ്പും വെള്ളവും ഒഴിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ ഇത് കഴുകാനായിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇത് കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ, അപ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ അരപ്പൊക്കെ ശരിയാക്കാം. ചിലപ്പോൾ മീൻ കറി വെക്കുമ്പോൾ ഒരു വല്ലാത്ത മണം വരത്തില്ലേ, അതൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ കറി വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും വീഡിയോയുടെ ഒടുവിലും കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞാൽ മതി, അതല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചതച്ചെടുത്തും ചെയ്യാം. ഇപ്പം ഞാനിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇങ്ങനെ പൊടിയായിട്ട് അരിയണം. ഞാൻ ചതച്ച് നെത്തോലി പറ്റിച്ചതിൻ്റെ ഒരു ലിങ്ക് കൂടി ഇട്ടേക്കാം. അപ്പോൾ ഈ അരപ്പ് അരയ്ക്കാതെയും അരച്ചും ചെയ്യുന്ന 2 തരവും നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ. അതുപോലെ തന്നെ ഒരുപോലെ തിരുമിയ തേങ്ങ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകിക്കൊണ്ട് വരണം. ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കത്തില്ല, ഇത് കളഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ 1-2 പ്രാവശ്യം കഴുകി നല്ല വൃത്തിയായിട്ട് മീൻ എടുക്കണം. അപ്പം നമുക്കിനിയും അരപ്പ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഇടണം. ഈ തേങ്ങയുടെ അളവെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പീര വേണമെങ്കിൽ തേങ്ങ കൂടുതലിടാം. പിന്നെ അടുത്തതായിട്ട് ഇതിനകത്ത് ഇടാനുള്ളത് നമ്മൾ വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിയണം. ഇഞ്ചിയൊക്കെ കഴുക്കോല് പോലെ കണ്ടിച്ചിട്ട് കഴിഞ്ഞാൽ കടിക്കും അതിൽ. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഇതിലേക്ക് ഉലുവ. ഞാനിത് മുഴുവനേ ഉള്ള ഉലുവയാണ് ഇട്ടത്. ഉലുവ മുഴുവനെ ഇട്ട് കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്ത് വരുമ്പോൾ അതിൽ നിന്ന് നല്ലപോലെ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങും. പച്ചമുളക് ഇട്ടെങ്കിലും ഒരു ഹീപ്ഡ് ടീസ്പൂൺ മുളക് പൊടി ഇടണം, അതിനൊരു പ്രത്യേക കളർ മീൻപീരയ്ക്ക് കൊടുക്കും. ഒരു ചുവപ്പ് കളർന്ന മഞ്ഞ, പിന്നെ ഒരു ചെറിയ സ്പൂണാണ്, ഇതിൻ്റെ ചെവിത്തോണ്ടി പോലൊരു സ്പൂണാണ് ഇത്. കായമാണ്. കായം ഇടുമോ എന്നൊക്കെ ചിലർ ചോദിക്കും. കായം ഒന്നിട്ട് ചെയ്ത് നോക്കണേ, അപ്പോൾ അറിയാം അതിൻ്റെ മണത്തിൻ്റെ വ്യത്യാസം. പിന്നെ ഇതിലേക്ക് നല്ല പച്ചക്കറിവേപ്പില നന്നായിട്ട് അതൊന്ന് അരിഞ്ഞിടണേ. അപ്പം മീനും പീരയും, മീൻ വേറെ ആയിട്ടും പീര എല്ലാം കൂടെ യോജിച്ച് അതിന് സപ്പോർട്ടായിട്ടും കിടന്നോളൂ. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രൊസീജിയേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒരു മിനിറ്റ് എടുത്ത് സമയമുണ്ടെങ്കിൽ കമൻറ്റ്സ് ഇടാനും മറന്നു പോകരുത്. അതുപോലെ ഒതൻറ്റിക്കായിട്ടുള്ള കുക്കിംഗ് റെസിപ്പീസ് നിങ്ങൾ കൂട്ടുകാർക്കൂടെയും കുഞ്ഞുങ്ങൾക്കും യങ്സ്റ്റേഴ്സിനൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം പുളിയിൽ നിന്ന് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇതിന് ഇഷ്ടം പോലെ പുളി ഇനി ഇറങ്ങാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പുളി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ വെന്തം എടുത്ത് നമ്മളങ്ങ് കളയത്തില്ലേ പുളി. പക്ഷേ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുളി ഒന്ന് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പം ഇതിനകത്ത് ഉപ്പ് ഇട്ടതാണ്, അതുകൊണ്ട് ഇതാദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ തേങ്ങയുടെ ഉപ്പും പുളിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഉപ്പൊഴിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മളിത് മാനുവൽ മിക്സിംഗ് ആണ്. അപ്പോൾ പുളിവെള്ളം എല്ലാം ഒഴിച്ചു. ആദ്യമേ ഈ അരപ്പെല്ലാം കൂടെ നന്നായിട്ട്, അതായത് അരിഞ്ഞ് വെച്ചതില്ലേ അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ തിരുമുന്നതാണ് നല്ലത്. അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നുപോയി, മഞ്ഞൾ. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ചുവപ്പ് കളർ. അപ്പം നമുക്കിതിലേക്ക് മഞ്ഞളൂടെ ഇടാം. മഞ്ഞ കലർന്ന ചുവപ്പ് കലർന്ന മഞ്ഞ മീൻപീര നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
കോട്ടയംകാർക്ക് അറിയാമായിരിക്കും. ഈ പുളിവെള്ളം ഒഴിച്ചിങ്ങനെ തിരുമ്മി പിടിപ്പിച്ചത് കൊണ്ട് ഈ തേങ്ങാപ്പീരയിലെല്ലാം നല്ല പുളിയായി. അല്ല ചിലപ്പോൾ നമ്മൾ പുളി ഇട്ട് കഴിഞ്ഞാൽ ആ പുളിയുടെ ചുറ്റും കിടക്കുന്ന തേങ്ങയ്ക്ക് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പുളി ഉണ്ടാകത്തുള്ളൂ. ഇതിലേക്ക് നമ്മൾ വീണ്ടും കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇടുക. ഇനിയും ഇത് കുഴയ്ക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം, മീൻ പൊടിഞ്ഞു പോകാതെയൊക്കെ. മീൻ ഓൾറെഡി നമ്മൾ അല്പം ഒരു ഉപ്പും പുളിയും ഉണ്ടാവും. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ കിടിലൻ മീൻ പറ്റിച്ചത് റെഡിയാണ്. ഈ അരപ്പിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നമുക്കൊന്ന് നോക്കാം. നികയ്ക്ക വെള്ളം വേണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ മീൻ പീര ചട്ടി വെച്ചു. അപ്പോൾ ഇതിപ്പം അടച്ചു വയ്ക്കാം. ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മൾ സ്പൂണിട്ട് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. നമ്മൾ ഇതിനെ ഒന്ന് സ്വേൾ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചുറ്റിക്കുക, അത് മാത്രമേ ചെയ്യാവൂ. ചൂട് ചട്ടിയാണ്. ഇങ്ങനെ ചുറ്റിക്കുക മാത്രമേ ചെയ്യാവൂ. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. പക്ഷേ ഇങ്ങനെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരല്പം പച്ച വെളിച്ചെണ്ണ, തണുപ്പായതുകൊണ്ടാണ് ഉറഞ്ഞിരിക്കുന്നത്. എണ്ണ നമ്മൾ വറക്കാത്തത് കൊണ്ടും അല്ല തിളപ്പിക്കാത്തത് കൊണ്ടും അതിൻ്റെ കോമ്പസിഷനൊന്നും വ്യത്യാസം വരത്തില്ല. അതുകൊണ്ട് ആരോഗ്യമൊന്നും പേടിക്കേണ്ട. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും എല്ലായിടത്തും അത് പിടിച്ചോളും കേട്ടോ. ഇത് അടച്ചു വയ്ക്കാം. പിന്നെ നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് പറ്റും. അതിനിയും അല്പം ചാറ് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിൽ അത് നിർത്താം. അതെല്ലാം നന്നായിട്ട് ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇത് നമുക്ക് പിന്നെയും പകുതി അടച്ച് തന്നെ വയ്ക്കാം. അപ്പം നമ്മുടെ മീൻ പീര നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു ചെറുതായിട്ട് പൊട്ടുന്ന പോലൊരു ശബ്ദം കേൾക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം വെള്ളം പറ്റിയിട്ടുണ്ടെന്നാണ്. നമുക്കിത് തീ അങ്ങ് ഓഫ് ചെയ്യാം. നല്ല സൂപ്പർ മത്തിപ്പീരയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.